ഈ വില്ലേജ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി CPM കുറെ മുടക്കി നോക്കി. അപ്പോൾ നല്ല വെയിലത്താണ് ഇപ്പോൾ ചാനൽ 10ന്റെ പ്രതിനിധികളൊക്കെ ഉള്ളത്. വെയിലിനേക്കാൾ വെല്ലുന്ന, വേനൽച്ചൂടിനെ വെല്ലുന്ന ചൂടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട്. നാളെ വൈകുന്നേരത്തോടെ എല്ലാം അവസാനിക്കും, കൊട്ടി കലാശം നടക്കും. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം അദ്ദേഹം എന്ത് ചെയ്തു, ഒന്നും ചെയ്തില്ല എന്നതാണ് എതിർപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെ ഞങ്ങൾ ചാനൽ 10 ന്യൂസ് ടീം പല സ്ഥലങ്ങളിലും പോയപ്പോൾ പലതും കണ്ടു, ഞങ്ങൾ വാർത്തയും ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്, പ്രസിഡന്റാണ് രാജേന്ദ്രൻ. അപ്പോൾ നജീബ് കാന്തപുരം അങ്ങനെ പല സ്ഥലങ്ങളിലും റോഡ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പെരിന്തൽമണ്ണ ഈ ടൗണിനകത്ത് അദ്ദേഹം നജീബ് കാന്തപുരം ചെയ്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? പിന്നെ ഇതാ നോക്ക്, അയാൾ ചെയ്താണല്ലോ ഈ കാണുന്ന വില്ലേജ് ഓഫീസ്. 1,15,00,000 മുടക്കി അയാളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എടുത്ത ഈ വില്ലേജ് ഓഫീസാണ്. പുതിയത് വില്ലേജ് ഓഫീസ്. പഴയ ഇടുങ്ങിയ വില്ലേജ് ഓഫീസ്, അവിടെ ജനങ്ങൾക്ക് നിന്ന് കയറിയ സ്ഥലമില്ലാത്ത വില്ലേജ് ഓഫീസിന് പകരം ജനങ്ങൾക്ക് നല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടി ഹാളടക്കമുള്ള വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടാക്കി. ഈ വില്ലേജ് ഓഫീസ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി CPM കുറെ മുടക്കി നോക്കി. പക്ഷേ അയാളുടെ ആ ധൈര്യം കൊണ്ട് വീണ്ടും വില്ലേജ് ഓഫീസ് ഇവിടെ പൊന്തി. ഇതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പണിത് മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വില്ലേജ് ഓഫീസ് ആണല്ലോ. ഇത് ആരും ജനങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ CPM എന്നെല്ലാം നുണ പടച്ചിടുന്നുണ്ട്. നിങ്ങൾ അത് കൂടാതെ ഇതും ഇവിടെ ഈ വില്ലേജ് ഓഫീസ് മാത്രമല്ല, നിങ്ങൾ തൂത വെട്ടത്തൂർ റോഡ് കണ്ടിട്ടുണ്ടോ? 17 കിലോമീറ്റർ റോഡ്. എത്ര മനോഹരമായിട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാം. നല്ല സൗകര്യത്തോടു കൂടിയ തൂത വെട്ടത്തൂർ റോഡ്. കൂടാതെ പുലാമന്തോൾ മേലാറ്റൂർ റോഡ്, അത് കുറേ കാലം CPM മുടക്കി. MLA അതിന്റെ ക്രെഡിറ്റ് വരണ്ടെന്ന് വെച്ചിട്ട് അവർ മുടക്കി. എങ്കിൽ കൂടിയും സമർത്ഥനായ MLA ആ റോഡും കൂടി നന്നാക്കി. 40 കിലോമീറ്റർ റോഡ്. കൂടാതെ ചെമ്മാണിയോടുന്ന് മേലാറ്റൂർക്ക് എളുപ്പത്തിൽ എത്താനുള്ള റോഡ്, അത് മറ്റേ ശരിക്കും റെബറൈസ് ചെയ്ത് ജനങ്ങൾക്ക് ചെമ്മാണിയോടുന്ന് മേലാറ്റൂർക്ക് വേഗം എത്താനുള്ള റോഡ് ക്ലിയറാക്കി. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തെല്ലാം MLA ചെയ്യണു. ക്രിയയിൽ മുഖാന്തരം 79ഓളം കുട്ടികൾ ഇന്ന് മറ്റേ പഠിച്ച് അവർക്ക് ജോലി അവിടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് അതിന് ചെയ്തതാണ്. 4ഓളം കുട്ടികൾ ഒരു കൊല്ലോടെ കഴിഞ്ഞാൽ IAS പാസ്സായി സബ് കളക്ടറായി ഇവിടെ വരും. അല്ല, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എതിർപക്ഷം ആരോപിക്കുന്നത് കല്യാണ വീട്ടില് മരണ വീട്ടില് ഒക്കെ പോകുന്നു എന്നാണ്. അപ്പോ അതല്ലാതെ ഈ കല്യാണ വീട്ടിലും മരണ വീട്ടിലും പോക്കല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ കാര്യം? കല്യാണ വീട്ടിലും മരണ വീട്ടിലൊക്കെ പോകണ്ടേ? ഈ MLA അത്രയും ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടാണല്ലോ അവർ കല്യാണത്തിനും മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് തന്നെ അയാളെ പറ്റി ഒരു മതിപ്പുണ്ടല്ലോ. അതുകൊണ്ടല്ലേ കല്യാണത്തിനും എല്ലാ പരിപാടികൾക്കും, പിറന്നാളാഘോഷം എല്ലാത്തിനും MLA വിളിക്കും. ഇതൊക്കെ ആളുകളുടെ ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. CPM അങ്ങനെ വിളിക്കാൻ ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നോ? അതൊന്നും ഇല്ലല്ലോ. ഇയാൾ ഇവിടെ ചെയ്ത വികസനങ്ങളുടെ ഒരു 500 കോടി റുപ്യയുടെ വികസനം നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആ വികസനങ്ങൾക്ക് കണ്ട് ജനങ്ങൾ കണ്ട് മതിമറക്കല്ലേ. എത്രയും കാലം കുട്ടികളെ പഠിപ്പിക്കണ്ടേ? എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നു? ഈ കാണുന്ന കോളേജ് കുട്ടികൾ, ആളുകൾ എല്ലാം. അംഗനവാടി ടീച്ചർമാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പിന്നെ ആശാ വർക്കർമാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഇൻഷുറൻസ് അല്ല, അതായത് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തി. കൂടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തി. അങ്ങനെ എത്ര കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി അയാൾ ചെയ്തു. അതുകൊണ്ട് ആ കാന്തപുരത്ത് വന്ന ആളെ ഇന്നിപ്പോ നമ്മുടെ വീട്ടുകാരനായി. ഓരോ വീട്ടിലെ ആളുകളും പേരെടുത്ത് വിളിച്ച് ആളുകളുടെ വിശേഷങ്ങൾ ചോദിക്കാനുള്ള കഴിവ് പിന്നെ 5 കൊല്ലങ്ങൾ അയാൾ നേടിയെടുത്തു. ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇപ്പോൾ അയാൾ നമ്മുടെ വീട്ടുകാരനാണ്. ഇപ്പോൾ നാട്ടുകാരനായത് വീട്ടുകാരനായി. അതാണ് അയാളുടെ MLA പവർ. അതേപോലത്തെ ഒരു MLA ഇവിടെ ഉണ്ടായി 5 കൊല്ലം വരെ ഇവിടെ B. ശശികുമാർ MLA ആയിട്ടിരുന്നു. എന്തെങ്കിലും വികസനം ഇവിടെ നടത്തിയോ? ഇവിടെ എന്തൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആശുപത്രി പുതിയ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി, പ്രസവ വാർഡ്. അത് കൂടാതെ മറ്റേ കോടതി സമുച്ചയം, മിനി സിവിൽ സ്റ്റേഷൻ, ഈ കാണുന്ന സിവിൽ സ്റ്റേഷൻ, ഇതൊക്കെ അലി സാഹിബ്, സൂപ്പി സാഹിബ്, ഈ നജീബ് കാന്തപുരം ഇവിടെയൊക്കെ കാലത്ത് വന്ന വികസനങ്ങളാണ്. ഇവര് വികസനത്തിനെതിരല്ലേ? എന്തെങ്കിലും വികസനം വഴിയായി ഒരു ഫാക്ടറി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ മുന്നിൽ ചുവന്ന കുടിയും കൊട്ടി ആ ആളുകളെ മുടക്കി അല്ലെങ്കിൽ ആ ആള് തൂങ്ങി മരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിതി. അപ്പൊ അങ്ങനെയല്ല ഇവിടെ. അപ്പൊ വികസനങ്ങളുണ്ട്, വികസനങ്ങളല്ലേ? എല്ലാവരും വികസനങ്ങൾ. നമ്മൾ ഇതിപ്പോ ഇവിടെ ഈ നമ്മുടെ MLA ചെയ്ത വികസന പ്രവർത്തനം ഞാൻ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് ഓരോ വീട്ടിലും ആളുകൾ എല്ലാം വന്ന് വായിച്ച് അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. അയാൾ ചെയ്ത വികസനങ്ങൾ എന്താണെന്ന് ബുക്കിലുണ്ട്. ഇനി വരുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആ ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ വീട്ടുകാരും ആ വീട്ടിലെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ഈ MLAക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ CPMകാരായ അവരോട് ഈ ബുക്കൊന്ന് വായിച്ചു നോക്കി എന്തൊക്കെ അതിൽ വികസനങ്ങൾ നടത്തിയിട്ടെന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി അതിന് ശേഷം പറയും MLA കുറ്റപ്പെടുത്തുക. അതല്ലാതെ ഒന്നുമില്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കുറ്റം പറയാനായിട്ടൊരു പാർട്ടി എന്നുള്ള രീതിയിൽ CPMകാരുടെ സ്വഭാവമാണ്. അത് ഒരു ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം
പണ്ട് മുതലേ CPM-കാർക്കുള്ളതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ അവർ കാണില്ല. അതിൻ്റെ ചീത്ത വശങ്ങളെ പറ്റി വെറുതെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രീതിയിലുള്ള പ്രചരണങ്ങളാണ് CPM നടത്തുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ യേശില്ല. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ MLA വിജയിപ്പിക്കാൻ എല്ലാ നാട്ടുകാരും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അയാളെ തന്നെ വിജയിപ്പിക്കും. ഇന്നും ആളുകളെ കണ്ട ടൗണിലാണെങ്കിലും ഒരു ഹെഡ് വെയിറ്റ് ഇല്ലാതെ എല്ലാ ആളുകളുടെ അടുത്ത് ഇറങ്ങി ചെന്ന് വിശേഷങ്ങൾ ചോദിച്ച ആളുടെ പേരടക്കം വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഒരു ഹെഡ് വെയിറ്റും ഇല്ല. ഇത്രയും ജനകീയനായ ഒരു MLA നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പെരുന്നുകൊണ്ട് കിട്ടുകയാണ്. അയാൾ ഏകദേശം ഒരു 15-20 മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ 20,000 മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ഇന്ന് പെരിന്തൽമണ്ണയിൽ തെരഞ്ഞെടുപ്പ് കൂടും. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് CPM-കാർ വിരളി പൂണ്ടിരിക്കുകയാണ്. അതാണ് ഇവരുടെ അപശബ്ദങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നത്. അതിനൊന്നും കണ്ട് ഞങ്ങൾ വിരളി പൂണ്ടില്ല. ഞങ്ങൾ കൃത്യമായ പ്രചരണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നജീബ് കാന്തപുരത്തെ വിജയിപ്പിച്ചെടുക്കും. അത് തീർച്ചയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് രാജേന്ദ്രൻ. മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഇവിടുത്തെ MLA-ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പോലും അദ്ദേഹം കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ വില്ലേജ് ഓഫീസ് അപ്പോ നേരത്തെ ഒരിക്കലും ഇങ്ങനെ പണിയുന്നതിനെ കുറിച്ചുള്ള വാർത്തയൊക്കെ ചാനൽ ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് വില്ലേജ് ഓഫീസ് എന്നുള്ള കാര്യം. ഇത് നജീബ് കാന്തപുരം MLA-യുടെ വികസനത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, തൂത വെട്ടത്തൂർ. അപ്പോ എല്ലാം കൈപ്പുസ്തകമായിട്ട് എല്ലാ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ അച്ഛനും ഉമ്മയും ബാപ്പയും ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ഇത് വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈ മനുഷ്യൻ തന്നെ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളോട്, എതിർക്കുന്നവരോട് അദ്ദേഹം പറയുന്നത് ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും ആ മനുഷ്യന്റെ ഫാനായി പോവും, സ്നേഹമായി പോവും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പിന്നെ ഈ വോട്ടെടുപ്പ് നടന്നിട്ടില്ല, ഫലപ്രഖ്യാപനത്തിനും സമയമുണ്ട്. ഏതായാലും വോട്ടെടുപ്പും നടന്ന് ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് ആരെയാണ് ജനം കൂടുതൽ ചേർത്ത് പിടിച്ചത്, സ്നേഹിച്ചതെന്ന് അപ്പം നമുക്കറിയാം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ മേനാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.